ആജ്ഞയും ഭരണവുമില്ലാതെ സ്വസ്ഥമായി ഒന്നിരിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ കാര്യമാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ആ തടവറയിൽ നിന്ന് രക്ഷിച്ച ഹരിയോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും അതിലുപരി നെഞ്ചുപിടയ്ക്കുന്ന പ്രണയവും തോന്നിപ്പോയി അവൾക്ക്. വന്നിട്ട് 2 ദിവസത്തിൽ നിന്ന് ഈ വീടുമായി താൻ ഇഴകിയിരിക്കുന്നു. അമ്മയും ഹീതുവും ഹരിയേട്ടനും ഇപ്പോൾ തനിക്ക് സ്വന്തമായവർ. അതിനിടയിൽ ഏട്ടനോടും അനുവിനോടും ഗൗരി സംസാരിച്ചിരുന്നു. പക്ഷേ അമ്മയോട് ഒന്നും മിണ്ടാൻ അവൾക്ക് സാധിച്ചില്ല. നന്ദൻ വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വിളിച്ചില്ല എന്നവൾ ഓർത്തു. രാത്രി കഴിക്കാൻ എടുത്തു വെച്ച് ഹരിയെ വിളിക്കാൻ ഫോണെടുക്കാൻ മുറിയിലേക്ക് പോയ സുജാത അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് തിരിച്ച് ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ഗൗരി ഓടി പുറത്തെ തിണ്ണയിലേക്ക് ഇറങ്ങിയിരുന്നു. ഹെൽമെറ്റ് എടുത്ത് മുടിയൊതുക്കി ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കാണെ അവൻ്റെ ചുണ്ടു വിരിഞ്ഞു. കയ്യിലുള്ള കവർ അവളുടെ നേർക്ക് നീട്ടിയവൻ അകത്തേക്ക് കയറി. പൊറോട്ടയും ബീഫോ വിളമ്പി വെച്ചേക്ക്. സംശയത്തോടെ നോക്കുന്ന അവളുടെ കുഞ്ഞു ജിമിക്കയിലൊന്ന് തട്ടി അവൻ അകത്തേക്ക് കയറിയതും ചിരിയോടെ ഗൗരിയും പുറകിലുണ്ടായിരുന്നു. നീ വന്നോ? കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് 4 വർത്താനം പറയാൻ ഫോൺ എടുക്കാൻ പോയതാ ഞാൻ, സുജാത അവനെ നോക്കി പറഞ്ഞു. ഹരി ഡ്രസ്സ് മാറ്റി കൈലുമുണ്ടും ടീഷർട്ടും ഇട്ട് വരുമ്പോൾ ഗൗരി എല്ലാം വിളമ്പി വെച്ചിരുന്നു. ഒന്നിച്ചിരുന്നാണ് അവർ കഴിച്ചത്. നാളെ ഉച്ചയ്ക്ക് ശ്രീയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അമ്മയും വരണം. കഴിപ്പിനിടയിൽ ഹരി പറഞ്ഞു. ഏയ് ഞാനില്ല, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നാൽ മതി. എനിക്കെന്തോ അത്ര പരിചയമില്ലല്ലോ അവരെ. വേണ്ട, 2 ആളും പോയി വന്നേക്ക്. സുജാത പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവർ 2 പേരും മാത്രം പോകുന്നു എന്ന തീരുമാനത്തിലായി. ഗൗരിക്കാണ് ഏറ്റവും സന്തോഷം. അനുവിനെ കാണാലോ മിണ്ടാലോ എന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അടുക്കളയെ ഒതുക്കി മുറിയിലേക്ക് വരുമ്പോൾ ഹരി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകുകയാണ്. മുണ്ടു മാത്രമാണ് ഉടുത്തിരുന്നത്. അവൻ്റെ മേലാകെ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളിലേക്ക് കണ്ണുകൾ പാഞ്ഞതും ഗൗരി വേഗം തന്നെ കണ്ണു വെട്ടിച്ച് വാതിലടച്ചു. ശബ്ദം കേട്ട തിരിഞ്ഞ ഹരി അവളെ കാണെ പുഞ്ചിരിയോടെ താടിയൊന്നൊഴിഞ്ഞു. കുളിക്കാൻ പോകുവാണോ നീ? കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവളിൽ മാത്രം കണ്ണുറപ്പിച്ചവൻ ചോദിക്കെ ഗൗരി തലചരിച്ച് അവനെ നോക്കി. ഡ്രസ്സ് മാറണം, ടോപ്പിട്ട് എനിക്ക് ഉറങ്ങാൻ പാടാ. തല താഴ്ത്തി അത് പറയെ എന്തിനോ അവളുടെ ശബ്ദം വിറച്ചു. വീട്ടിൽ ഒറ്റയ്ക്ക് കിടത്തമായതുകൊണ്ട് ധാവണിയുടെ ബ്ലൗസും പാവാടയും അല്ലെങ്കിൽ ലൂസ് നൈറ്റ് ഡ്രസ്സും ഒക്കെ ആയിരുന്നു ശീലം. അതുകൊണ്ട് തന്നെ ടോപ്പൊക്കെ ഇട്ട് ഉറങ്ങാൻ കുറച്ച് പാട് തോന്നി അവൾക്ക്. ഒന്ന് ഫ്രഷായി മുടിയൊക്കെ മുകളിലേക്ക് കെട്ടി ഗൗരി മുറിയിലേക്ക് വരുമ്പോൾ ഹരി ബെഡിലിരുന്ന് ഫോണിലാണ്. ലൂസ് ടീഷർട്ടും ലൂസ് പാൻറ്റും ഇട്ട് ചമ്മലോടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ ഹരി നോക്കിയിരുന്നു പോയി. തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാനുള്ള ചമ്മൽ അവളുടെ മുഖത്തു നിറഞ്ഞിരുന്നു. അത് കാണെ ഹരി ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോട്ടം പായിച്ചു. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ടോപ്പും കോപ്പും ഒന്നും വേണ്ടെന്ന്. എനിക്കറിയാം നിങ്ങൾക്ക് കംഫർട്ട് ഇതാണെന്ന്. അല്ലെങ്കിൽ തന്നെ രാത്രി കിടക്കുമ്പോൾ ആരെങ്കിലും ടൈറ്റ് ഫിറ്റൊക്കെ ഉടുത്ത് കിടക്കുമോ? ഞാൻ തന്നെ ഒരു മുണ്ടെടുക്കുന്ന പാടെ എനിക്കറിയും. ചിലപ്പോൾ പാതിരാത്രിക്ക് അതും ഉണ്ടാവാറില്ല. എനിക്കിങ്ങനെ ഫ്രീ ആയി കിടക്കുന്നത് ഇഷ്ടം. ഒട്ടും ചമ്മലില്ലാതെ പറയുന്നതിനെ കണ്ണുമിഴിച്ച് നോക്കിപ്പോയി ഗൗരി. കേട്ട അവൾക്ക് വന്ന ചമ്മൽ പോലും അവൻ്റെ മുഖത്തില്ലായിരുന്നു. പേടിക്കട്ട, നീ വന്നതിൽ പിന്നെ ഞാൻ അകത്ത് വല്ലതും ഇട്ടേ കിടക്കൂ. അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവാറില്ല. അവളുടെ നോട്ടം കാണെ അവൻ ഒറ്റക്കണ്ണിറുക്കി ചിരിച്ചു. പിടച്ചിലൂടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി ബെഡിൻ്റെ ഓരത്തായി വന്നിരുന്നു ഗൗരി. നിനക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്ന് ചോദിക്കുന്നവനെ ചരിഞ്ഞ് അവളൊന്ന് നോക്കി. ഇവിടെ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നിൻ്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ. ഇത്രയും മനസമാധാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ഹരിയേട്ടാ. നേർത്ത ചിരിയോടെ അവൾ പറയുമ്പോൾ ഹരിയുടെ ചുണ്ടും വിരിഞ്ഞു. അത്രയും കേട്ടാൽ മതി. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റാവുന്ന അത്രയും സമയം നിൻ്റെ കൂടെ കൂട്ടിരിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ നിനക്ക് ഈ ചുറ്റുപാടും വീടും ഒക്കെ ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ലല്ലോ. അപ്പോഴും ഗൗരിയിൽ നേർത്ത ചിരി തന്നെ. കുറച്ചു നിമിഷം ഹരി അവളെ തന്നെ നോക്കിയിരുന്നു പോയി. 4 വർഷം കാത്തിരുന്ന് പ്രണയിച്ച പെണ്ണാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. അവളുടെ മുമ്പിൽ ഇത്രയും നല്ലവനായിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നത് അവനെ തന്നെ അത്ഭുതപ്പെടുത്തി. പലപ്പോഴും രാത്രിയിലൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നിട്ടുണ്ട്. അവളെ സ്വന്തമാക്കുന്നതും പ്രണയിക്കുന്നതും ചുംബിക്കുന്നതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതും ഓർക്കുമ്പോൾ തന്നെ നെഞ്ചൊന്ന് കുതിച്ചുയരുന്നത് ഹരി അറിഞ്ഞു. തലയൊന്ന് കുടഞ്ഞവൻ അവളിൽ നിന്ന് കണ്ണുമാറ്റി. ചിലപ്പോൾ കൈവിട്ടു പോയെന്ന് വരാം. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് വാങ്ങുന്നതിൽ എന്താ കൊച്ചേ നിന്റെ അഭിപ്രായം? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഹരി ചോദിക്കെ അതുവരെ ചുവരിലെ അവരുടെ ഫ്രെയിമിൽ കണ്ണു നട്ടിരുന്നവൾ സംശയത്തോടെ അവനെ നോക്കി. അടിപിടി കൊണ്ട് കുടുംബം നോക്കാൻ കഴിയില്ലെന്നുറപ്പാണ്. ഡ്രൈവറായി പോകുന്നതും അത്ര ലാഭമുള്ള കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ പെണ്ണും കുടുംബമായ സ്ഥിതിക്ക് വേറെ നല്ല ജോലി വല്ലതും നോക്കണം.
സ്ഥിരം ജോലിയായാൽ അത്രയ്ക്കും നല്ലതാണല്ലോ. അതാ ഞങ്ങൾ 4 കൂടി പാർട്ട്ണറായി ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് വാങ്ങാമെന്ന് കരുതിയത്. ഹരി കടയുടെ കാര്യങ്ങളും പണത്തിൻ്റെ പ്രശ്നവും ഒക്കെ ഗൗരിയോട് പങ്കുവെക്കുമ്പോൾ ഗൗരിയിൽ സന്തോഷമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തന്നോട് പറയുന്നല്ലോ എന്ന സന്തോഷം. അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ആഹ്ലാദം നൽകി. അവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവൾ ഹരിയെ നോക്കി അങ്ങനെ ഇരുന്നു. കച്ചവടമല്ലേ പെണ്ണെ, ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ വലിയ നഷ്ടമാവും. അങ്ങനെയായാൽ എൻ്റെ കൂടെ അത് അനുഭവിക്കുന്നത് നീയല്ലേ. ആ ഒരവസ്ഥയെ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. എന്നോട് ചോദിച്ചാണോ ഇതൊക്കെ ചെയ്തതെന്ന് നീ ചോദിച്ചാലോ. അവസാനം ചെറുചിരി ചുണ്ടിലൊളിപ്പിച്ചാണ് അവൻ്റെ പറച്ചിൽ. ഗൗരിയുടെ നോട്ടം കൂർത്തുപോയി. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ചെറുതായി പരിഭവം നിറഞ്ഞ സ്വരം. പറയാൻ പറ്റില്ല. ഈ വീടിൻ്റെ ആധാരം വെച്ചാൽ ഞാൻ പണം എടുക്കുന്നത്. തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ എല്ലാവരും ഇറങ്ങേണ്ടി വരും തെരുവിലേക്ക്. ഹരിയേട്ടൻ അങ്ങനെ തെരുവിലേക്ക് ഇറക്കില്ലെന്ന് എനിക്കറിയാം. അറിയാതെ അത് പറയുമ്പോൾ ഗൗരിയിൽ ആ വിശ്വാസം നിറഞ്ഞിരുന്നു. ഹരി അവളെ തന്നെ നോക്കിയിരുന്നു പോയി. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? ആരെക്കാളും. ഒട്ടും ചിന്തിക്കാതെയുള്ള അവളുടെ ഉത്തരം. നെഞ്ചിലാകെ പ്രണയം അലതല്ലി. നീ എന്നെ കണ്ടിട്ട് 2 ദിവസം ആവുന്നുള്ളൂ കൊച്ചെ. പക്ഷേ ഹരിയേട്ടൻ എന്നെ വർഷങ്ങളായി കാണുന്നില്ലേ, പ്രണയിക്കുന്നില്ലേ? കുസൃതി നിറഞ്ഞ അവളുടെ മറുചോദ്യം. ഹരി ഒരു നിമിഷം അവളെ മിഴിച്ചു നോക്കിപ്പോയി. അത് നിനക്കെങ്ങനെ അറിയാം? ഗൗരി തല താഴ്ത്തി പിടിച്ച് ചിരിയടക്കി. പറ കൊച്ചെ, നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ വർഷങ്ങളായി നിന്നെ പ്രണയിക്കുവാണെന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? ഇല്ലല്ലോ. അവളിലേക്ക് നീങ്ങിയിരുന്ന് ആ താടിയിൽ പിടിച്ച് അവനിലേക്ക് മുഖമുയർത്തിയതും പിടപ്പോടെ അവനെ നോക്കിപ്പോയി ഗൗരി. അത്രയും അടുത്ത് അവൻ്റെ മുഖം കാണെ അവളുടെ നെഞ്ചിടിപ്പ് കൂടി. കൈ ബെഡ്ഷീറ്റിൽ മുറുകി. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് തന്നെ നോട്ടമുറപ്പിച്ചവൻ. പറ, ആരാ പറഞ്ഞത് എൻ്റെ പെണ്ണിനോട്? അവളിലേക്ക് ആഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. അത് അനുചേച്ചി പറഞ്ഞു. 4 വർഷമായെന്ന്. അവളുടെ ശബ്ദം വല്ലാതെ വിറച്ചുപോയി. ഹരിയുടെ മുഖം ഒന്നുകൂടി അവളിലേക്ക് ചാഞ്ഞു. നൂലിഴ വ്യത്യാസത്തിൽ അവൻ്റെ മുഖം. അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. വിയർപ്പ് തുള്ളികൾ നെറ്റിയിലും ചുണ്ടിനു മുകളിലും പ്രത്യക്ഷപ്പെട്ടു. എന്നെ ഒരിക്കലും നീ കണ്ടിരുന്നില്ലേ ഗൗരി? ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ലേ? അവൻ്റെ മുഖം ദയനീയമായത് കാണെ എന്തിനോ അവളുടെ കണ്ണുകൾ കലങ്ങി. 4 വർഷം കഴിഞ്ഞു ഞാൻ നിന്റെ നിഴലായി കൂടിയിട്ട്. നീ സ്കൂളിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ നീ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട് നിന്റെ കൂടെ. എന്നിട്ട് നീ എന്നെ കണ്ടിരുന്നില്ലേ? ഞാൻ ആരെയും നോക്കിയിട്ടില്ല ഹരിയേട്ടാ. അവൻ്റെ കണ്ണുകളിലെ വേദന കാണാൻ കഴിയാത്തതുപോലെ അവൾ നോട്ടം വെട്ടിച്ചതും ഹരിയുടെ കൈകൾ അവളുടെ കവിളിനെ പൊതിഞ്ഞു. ഒരു നിമിഷം ഹരിയുടെ നെഞ്ചൊന്ന് മിടിച്ചുപോയി. അവളുടെ കണ്ണുനീർ അവൻ്റെ ഹൃദയത്തെ പൊള്ളിച്ചു. ഒന്നും ആലോചിക്കാതെ ആ മുഖം നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും കലങ്ങിയിരുന്നു. അവളോട് അങ്ങനെ ചോദിച്ചതിൽ സ്വയം ദേഷ്യം തോന്നി അവന്. ഗൗരി ആ നെഞ്ചിലേക്ക് ഒതുങ്ങിയിരുന്നു പോയി. എന്തിനോ വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക്. കാരണങ്ങളില്ലാതെ കണ്ണുനീർ ഒഴുകി ഇറങ്ങി. സത്യമായിട്ടും ഞാൻ ഹരിയേട്ടനെ കണ്ടിരുന്നില്ല. മുത്തശ്ശി തലയും താഴ്ത്തി പിടിച്ച് നടക്കാനാ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ വഴക്കു പറയും. ആരുടെയെങ്കിലും മുഖത്തേക്ക് നോക്കിയാൽ ആരോടെങ്കിലും മിണ്ടിയ അന്ന് തല്ല് കിട്ടും. അതാ ഞാനും ചേച്ചിയും ആരെയും നോക്കാത്ത. സത്യം. എണ്ണിപ്പറക്കി കാരണങ്ങൾ വ്യക്തമാക്കുന്നവളെ കാണെ അവന് ചിരി വന്നുപോയി. പോട്ടെ, സാരമില്ല. എൻ്റെ കൊച്ചറിയാതെയല്ലേ. ഹരിയേട്ടൻ ക്ഷമിച്ചിരിക്കുന്നു. മുടിയിൽ മെല്ലെ തഴുകിയവൻ പറയെ ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അതിന് പണിഷ്മെൻ്റായിട്ട് ജീവിതകാലം മുഴുവനും എന്നെ മാത്രം നോക്കി നടന്നാൽ മതി എൻ്റെ കൊച്ച്. എന്നെ മാത്രം പ്രണയിച്ച് സ്നേഹിച്ച് ഇനി ഞാൻ മാത്രം മതി ഈ ഗൗരിപ്പെണ്ണിൻ്റെ ഉള്ളിൽ. അതുപോലെ എനിക്കും ഈ മിണ്ടാപ്പൂച്ച മാത്രം മതി. പറയെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയിരുന്നു ഹരി. നെഞ്ചിലേക്കൊരു മിന്നൽ പാഞ്ഞതുപോലെ ഗൗരി പിടഞ്ഞുപോയി. അവൻ്റെ ചുണ്ടിലെ തണുപ്പിലും കയ്യിലെ ചൂടിലും അവൾ വെന്തുരുകി. എന്തിഷ്ടമെന്നറിയോ എനിക്കെൻ്റെ കൊച്ചിനെ? മന്ത്രിക്കുന്നതിനോടൊപ്പം വീണ്ടും നെറ്റിയിൽ ആർദ്രമായി അവൻ ചുംബിച്ചതും ഗൗരി ഇറുക്കി കണ്ണുകൾ അടച്ചു. രണ്ടാൾക്കും നെഞ്ചിടിച്ചു പുറത്തു ചാടുമോ എന്ന് ഭയം നിറഞ്ഞുപോയി. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ? നിമിഷങ്ങൾ കടന്നുപോയിട്ടും നെഞ്ചിലൊതുങ്ങിയിരിക്കുന്നവളുടെ കവളിൽ മെല്ലെ കൈകളഴച്ച് ഹരി ചോദിക്കെ ഗൗരി ബോധം വന്നതുപോലെ പിടച്ചിലോടെ എഴുന്നേൽക്കാൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് അവൻ്റെ നെഞ്ചിലാണ് തൻ്റെ കിടത്തമെന്ന ബോധം അവൾക്ക് വന്നത്. വല്ലാത്ത നാണം തോന്നി അവൾക്ക്. അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും അത് വേണ്ട, അവിടെ തന്നെ കിടന്നു.
ഇങ്ങനെ ഇന്നെൻ്റെ പെണ്ണുറങ്ങിയാൽ മതി. അവളെ വീണ്ടും നെഞ്ചിലേക്ക് ഒതുക്കി. അതുപോലെ ബെഡിലേക്ക് ചാഞ്ഞവൻ. നഗ്നമായ അവൻ്റെ നെഞ്ചിലെ ചൂട് അവളിലേക്കും പടർന്നു കയറി. ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞെട്ടലോടെ ഗൗരി മനസ്സിലാക്കി. ഹരിയും അറിഞ്ഞിരുന്നു അവളിലെ വിറയൽ. അതറിയാത്തതുപോലെ ലൈറ്റ് അണച്ച് അവളെ പൊതിഞ്ഞു പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു. രണ്ടാളുടെയും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു, ഹൃദയത്തിൽ പ്രണയവും. വിരുന്ന് കഴിഞ്ഞ് കുറച്ചുനേരം അവിടെ ചെലവഴിച്ച് തിരിച്ചു വരുമ്പോൾ സമയം 4-നോടടുത്തിരുന്നു. ശ്രീയുടെ വീട്ടിലായിരുന്നു വിരുന്നെങ്കിലും അജയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു, കൂടെ ഹരിയുടെ കൂട്ടുകാരും. നാളെ രാത്രിയിലേക്ക് അജയുടെ വീട്ടിലേക്ക് എല്ലാവരെയും വിരുന്നിന് വിളിച്ചാണ് അവരൊക്കെ മടങ്ങിയത്. മിററിലൂടെ കാണുന്ന അവളുടെ സന്തോഷം നിറഞ്ഞ മുഖം കാണെ ഹരിയുടെ ഹൃദയവും ആർദ്രമായി. പോകുമ്പോൾ ഉള്ളതിനേക്കാളും തെളിച്ചമാണ് പെണ്ണിന്റെ മുഖത്ത്. അത് അനുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയതും കൂടെ അവളുടെ ഏട്ടനെ കണ്ടതുമാണെന്ന് അവന് മനസ്സിലായി. പാറിപ്പറക്കുന്ന മുടിയൊതുക്കി ഗൗരി നോക്കിയത് മിററിലൂടെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ കണ്ണുകളിലേക്കാണ്. ഒരു നിമിഷം ആ നോട്ടത്തിന്റെ തീക്ഷ്ണതയിൽ ഗൗരിയുടെ ഹൃദയവും അവനിൽ കുടുങ്ങിപ്പോയി. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. അലറലും കൂടെ കാതടിപ്പിക്കുന്ന ഹോണും അവിടെ മുഴങ്ങിയതും രണ്ടാളും ഒരുപോലെ ഞെട്ടി. പകപ്പോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഹരിയുടെ ബൈക്ക് റോങ് സൈഡിലൂടെയാണ് പോകുന്നത്. മുന്നിലെ കാറിലെ ഡ്രൈവർ തല പുറത്തേക്കിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഹരി ബൈക്ക് റോഡിലേക്ക് തിരിച്ചതും ഗൗരിയുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുക്കി. സോറി ചേട്ടാ, കടന്നു പോകുമ്പോൾ ഡ്രൈവറിനോട് ചിരിയോടെ പറഞ്ഞവൻ. അതൊരു ടാറിട്ട വീതി കുറഞ്ഞ റോഡായിരുന്നു. കുറച്ചു മുന്നിലേക്ക് പോയതും റോഡിന്റെ ഒരു സൈഡിലായി വളർന്നു നിൽക്കുന്ന വലിയ ആൽമര ചുവട്ടിലായി ഹരി ബൈക്ക് നിർത്തി. ഇറങ്ങ്. സംശയത്തോടെ നോക്കുന്നവളെ നോക്കിയവൻ പറഞ്ഞതും ഗൗരി ചുറ്റും നോക്കിക്കൊണ്ടിറങ്ങി. ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല കൊച്ചേ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം, ഇല്ലേ പണി കിട്ടും. പറയുന്നതിനൊപ്പം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തിട്ടയിലേക്ക് കയറിയവൻ ഇരുന്നിരുന്നു. ഗൗരി പകപ്പോടെ ഹരിയെ നോക്കിയതും അവളെയും പിടിച്ച് അടുത്തിരുത്തി. മിഴിച്ചു നോക്കണ്ട, എനിക്കെൻ്റെ പെണ്ണിൻ്റെ സന്തോഷം ഇങ്ങനെ കൺകുളിർക്ക കാണണം. വീണ്ടും വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ കൈ നിന്ന് വരില്ല, നടുറോഡിൽ കിടക്കേണ്ടി വരും രണ്ടാളും. കള്ളച്ചിരിയോടെ നോക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ പിടഞ്ഞുപോയി. അത്രയ്ക്കും തളർത്തുന്ന നോട്ടമാണ് അവൻ്റേത്. പ്രണയവും സന്തോഷവും വാത്സല്യവും അങ്ങനെ പലതരം ഭാവങ്ങൾ നിറഞ്ഞവ. അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ചവൾ മുന്നിലേക്ക് നോക്കിയിരുന്നു. പുറകിലും മുന്നിലുമെല്ലാം വയലാണ്. അതിനിടയിലാണ് ടാറിട്ട റോഡ്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ വെയിൽ ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഒരു നിമിഷം അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിക്കാനാണ് ഹരിക്ക് തോന്നിയത്. അത്രയ്ക്കും ആ പെണ്ണിൽ അവൻ അടിമപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. കൊച്ചേ. അവളിലേക്ക് മുഖം താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കെ അവളുടെ ഉടലാകെ ഒന്ന് പിടഞ്ഞുപോയി. അത്രയ്ക്കും കുളിർത്തുപോയി അവൾ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം നീ. രഹസ്യം പോലെയാണ് അവൻ്റെ ചോദ്യം. കണ്ണുകളുയർത്തി ഗൗരി അവനെ നോക്കിയതും അവൻ്റെ മുഖം ഗൗരവത്തിലാണ്. അന്ന് നിന്റെ മുത്തശ്ശിയും വലിച്ചനും പ്രശ്നമുണ്ടാക്കിയെന്നറിഞ്ഞ ഞാൻ വന്നത്. നിന്നെ തല്ലിയതും മുറിയിൽ പൂട്ടിയിട്ടതും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ഞാൻ നിന്റെ വയറ്റിലും കയ്യിലും പാട് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഞാനത് കാണുന്നത്. ചെറുതായി കരുവാളിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വേദന എന്നെ ഒരുപാട് തല്ലിയിരുന്നു അവർ. തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തിരുത്തി ചോദിക്കുമ്പോൾ അവനൊരു അച്ഛനാവുകയായിരുന്നു. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണാലെ അവൾ ഹരിയെ നോക്കി. അന്ന് തല്ലിയതിനേക്കാളും വേദന മനസ്സിലാണ് ഏറ്റതെന്ന് അവൾക്ക് തോന്നി. പറ, ഒരുപാട് തല്ലിയിരുന്നു അവർ? ഞാൻ കാരണം? നീ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ കാരണമല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്? അവളുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ഹരി ചോദിക്കെ ഗൗരി ഒന്ന് ഏങ്ങിപ്പോയി. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളൊക്കെ വീണ്ടും. കേട്ട വഴക്കുകൾ, ചീത്തകൾ, ശാപവാക്കുകൾ, നിന്നുകൊണ്ട അടികൾ, ഉപദ്രവങ്ങൾ. ഗൗരി. നെഞ്ചിലേക്ക് ചായച്ചവൻ വിളിക്കെ ഗൗരി അവനെ ഇരു കൈകൊണ്ടും പുണർന്നു. ഹരി അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. നിനക്ക് വന്നിരുന്ന കല്യാണാചരണമൊക്കെ മുടക്കിയിരുന്നത് ഞാനായിരുന്നു പെണ്ണെ. അതിന് കാരണം നീ എൻ്റെ പെണ്ണായതുകൊണ്ട് മാത്രമാണ്. വേറെ ഒരാൾക്ക് വിട്ടുകൊടുത്ത് നിന്റെ സന്തോഷം നോക്കി നിനക്കാളും മഹാമനസ്കതയൊന്നും എനിക്കില്ല. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ. അതിപ്പോൾ വേറൊരാളുടെ ഭാര്യയായപ്പോലും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിന്റെ വല്യച്ഛനെല്ലാം അന്വേഷിച്ച് എല്ലാത്തിനും പുറകിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്നറിഞ്ഞ നിമിഷം എൻ്റെ നെഞ്ചിൽ വെള്ളടി വെട്ടിയിരുന്നു. അത് നിന്നെ ഓർത്താണ്. എന്നെ അവരൊന്നും ചെയ്യില്ല. പക്ഷേ നിന്നെ കിട്ടിയ അവസരം മുതലാക്കി ഉപദ്രവിക്കും. അതാ ഞാൻ മുമ്പും പിമ്പും നോക്കാതെ കയറി വന്നത്. പക്ഷേ അന്ന് നിന്നെ കണ്ടപ്പോൾ കയ്യിലെയും ധാവണിക്കിടയിൽ കാണുന്ന വയറിലെയും പാട് അത്രയ്ക്കും അടുത്ത് കാണാമെങ്കിൽ ആ തല്ല് എത്ര ഭീകരമായിരിക്കും. എല്ലാം ഓർക്കുമ്പോൾ
അവൻ്റെ ശബ്ദവും ഇടറി. കൈകൾ അവളെ നെഞ്ചിലേക്ക് അമർത്തി. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി തേങ്ങിപ്പോയവൾ. കരയല്ലേ കൊച്ചേ, ഞാൻ എല്ലാം അറിയാൻ ചോദിച്ചതാ. അന്ന് എന്തൊക്കെ നടന്നുവെന്ന്. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അവരൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. കരയാതെ. കവിളിലും മുടിയിലും തഴുകി അവളെ സമാധാനിപ്പിച്ചു. ഏങ്ങലടികൾ മെല്ലെ നേർത്തു വന്നു. ഹരി അവളുടെ മുഖം അവനു നേരെ ഉയർത്തി. കരഞ്ഞു ചുവന്ന മുഖവും വീങ്ങിയ കണ്ണും കാണെ അവൻ്റെ ചങ്കൊന്നു പിടച്ചു. നെഞ്ചിൽ ശക്തമായ മിടിപ്പ് അനുഭവപ്പെട്ടു. അന്നു മാത്രമല്ല ഹരിയേട്ട, ഒരുപാട് തവണ മുത്തശ്ശിയും വലിച്ചതും തല്ലിയിട്ടുണ്ട്. ഒരുപാട്. ബോധം പോകും വരെ. ഒരിക്കൽ ആരോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന് എന്നെ ഒരുപാട് തല്ലി. 2 ദിവസം പട്ടിണിക്കിട്ട് വീട്ടിലെ പണിയെല്ലാം എടുപ്പിച്ചു. ഒന്നും കഴിക്കാൻ തന്നില്ല. പിന്നെ ചാവുമെന്നായപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞ് കഞ്ഞി തന്നു. അതും കുറച്ച്. ഞാൻ അറിയാത്ത കാര്യത്തിന് എപ്പോഴും എന്നെ വലിയ വയറ് വെച്ച് അടിക്കുക. നല്ല വേദനയെടുക്കും. ചിലപ്പോൾ പൊട്ടിച്ചോരയും വരും. ഇത് അടിച്ചു പൊട്ടിച്ചതാ വല്യച്ഛൻ. വിതുമ്പലടക്കി അവൾ കൈനീട്ടിയതും ഹരി പകപ്പോടെ അവളുടെ വിരലുകളിലേക്ക് നോട്ടം പായിച്ചു. വിരലിലെ പാട് സ്റ്റിച്ചിട്ട പോലെ വലിയ പാടാണ്. എടുത്തു കാണുന്നുണ്ട്. അവൻ പയ്യെ അതിലേക്ക് തലോടി. വയറു വെച്ച് അടിച്ചതാ. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ചോര ഒഴുകുന്നത് കണ്ട് അമ്മയാ നോക്കിയത്. ഒരുപാട് ചോര പോയി. ഒന്ന് കെട്ടിവെക്കാൻ പോലും ആരും സമ്മതിച്ചില്ല. അത് താനേ കൂടി പോവുകയായിരുന്നു. കുഞ്ഞി. അവൻ്റെ കണ്ണുകൾ കലങ്ങി. തൊണ്ട വിറച്ചു. എന്നോട് ക്ഷമിക്ക് പെണ്ണെ. അന്നേ ഞാൻ നിന്നെ കൂടെ കൂട്ടണമായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ശ്രീ എന്നോടൊന്നും പറഞ്ഞില്ല. പറയുന്നതിനൊപ്പം അവളുടെ വിരലിൽ മുത്തമിട്ടവൻ. ഗൗരി പിടപ്പോടെ കണ്ണുകൾ അടച്ചു തുറന്നു. അനുവിനറിയില്ലേ ഇതൊന്നും? ഹരി അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. ഇല്ല, അതിനുള്ളിൽ നടക്കുന്നതൊന്നും ആരോടും പറയരുതെന്ന് മുത്തശ്ശി ഭീഷണിപ്പെടുത്തും. പിന്നെ ചേച്ചിയും കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പലതും പറയാതെ വിട്ടതാ. എന്തു പറയണമെന്ന് അവനറിയില്ലായിരുന്നു. അവളെ വേദനിപ്പിച്ചവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ കൊന്നാൽ താനൊരു കുറ്റവാളിയാണ്. തൻ്റെ പെണ്ണ് ഒരു കൊലക്കാരൻ്റെ ഭാര്യയാവും. വേണ്ട, കൊല്ലണ്ട. മരണത്തേക്കാൾ വലിയ ശിക്ഷ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കണ്ണിൽ അവരോടുള്ള പക നിറയുമ്പോൾ ഹൃദയം അവൾക്ക് വേണ്ടി തേങ്ങി. കണ്ണുനീർ കവിളിനെ നനച്ചൊഴുകിയതും വേഗം അത് തുടച്ചു മാറ്റിയവൻ. ഇനി കരയേണ്ട കൊച്ചേ. പഴയതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എപ്പോഴും ഞാനുണ്ടാകും കൂടെ. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. പോരെ? കൈത്തണ്ടയിൽ കരുവാളിച്ച് കിടക്കുന്ന പാടിൽ മെല്ലെ തഴുകി ഹരി പറയെ. ഗൗരി ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു. അവളുടെ മനസ്സിലും വല്ലാത്ത ആശ്വാസമായിരുന്നു. എന്നും ഒന്നേ കൊതിച്ചിട്ടുള്ളൂ, ആശ്വാസമാവാൻ ഒരുവൻ. എന്തിനും താങ്ങായി തണലായി നിൽക്കുന്ന, ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന, പ്രണയിക്കുന്ന ഒരാൾ.